ഇത്തരം മനുഷ്യ സഹജമായ വീഴ്ചകളും തെറ്റുകളും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മാന്യമായ രീതിയിൽ ഏറ്റവും ആദ്യത്തെ സന്ദർഭത്തിൽ അദ്ദേഹം ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. ആ ക്ഷമ വളരെ യാതൊരു കലർപ്പുമില്ലാതെ ഏതെങ്കിലും ഉപാധിയില്ലാതെ അദ്ദേഹം ക്ഷമ ചോദിച്ചത്. അദ്ദേഹത്തെ പോലത്തെ ഒരു വലിയ കലാകാരൻ്റെ ഭാഗത്ത് ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം ഉണ്ടായത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നത് തന്നെയാണ് നമ്മളിന്ന് കാണുന്ന അതിൻ്റെ ഒരു പ്രത്യേകത. അമ്മ സംഘടനയും അതിലെ മുതിർന്ന നേതൃത്വവും ആ കാര്യം ഗൗരവത്തിലെടുക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം തന്നെ പറഞ്ഞു അമ്മയോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. നമ്മളത് മുഖവിലക്കെടുക്കണം. അമ്മ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരസ്യമായ ക്ഷമാപണം ഒരു ടെലിവിഷൻ ചാനലിൽ പ്രേക്ഷകരുടെ മുമ്പാകെ അദ്ദേഹം 2 or 3 വട്ടം ക്ഷമ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ഗൗരവത്തിലെടുക്കണം, മുഖവിലക്കെടുക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു മറുവശം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കാര്യവും വർഗീയവൽക്കരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. അത് വലിയ ചൂണ്ടുവലകയാണ് നമ്മൾ സൊസൈറ്റിയിൽ നൽകുന്നത്. 2 മനുഷ്യർ തമ്മിലുള്ള എന്ത് പ്രശ്നത്തെയും അവർ ജനിച്ചു വളർന്ന മതവുമായി കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്യന്തം അപകടം പിടിച്ചൊരു സാഹചര്യമാണ്. അത് ഏത് നിലക്കും തടയിടാനും എതിർക്കാനുള്ള ഉത്തരവാദിത്വവും കലാകാരന്മാർ എന്ന നിലയിൽ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്കെല്ലാം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ബഹുമാനപ്പെട്ട നിഷാദ് അദ്ദേഹം വളരെ വ്യക്തമായ കാര്യം പറഞ്ഞു. നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഒരു സംഗതി, നമുക്കിടയിൽ വർഗീയ വിഷം കലക്കാൻ ശ്രമിക്കുന്നവർ, വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ എല്ലാ നിലയിലും നമ്മൾ തടയേണ്ടതുണ്ട്. അദ്ദേഹം ആസിഫ് അലി സാർ വന്ന സമയത്തുണ്ടായ പ്രതികരണം, രണ്ടാമത് ജയരാജ് വന്ന സമയത്തുണ്ടായ പ്രതികരണം നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കതിൽ സംശയം തോന്നുന്നുണ്ട്. സ്വാഭാവികമായും മനുഷ്യസഹജമായ സംശയമാണ്. അദ്ദേഹത്തെ ആദ്യം തന്നെ പണക്കമുള്ളത് ജയരാജിനോടാണ്. ജയരാജ് അദ്ദേഹത്തെ കൂട്ടിയില്ല എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാരണം. അത് നമ്മൾ ഓൽക്കെടുത്താൽ പോലും രണ്ടാമത് ആസിഫിൻ്റെ അടുക്കുന്ന ആ സമ്മാനം വാങ്ങിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആസിഫിൻ്റെ മുഖത്ത് അദ്ദേഹം നോക്കിയില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ജയരാജിനോട് പിണക്കം കാണിക്കേണ്ട ആൾ ആസിഫിനോട് എന്തുകൊണ്ട് പിണക്കം കാണിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാം അലട്ടുന്ന പ്രശ്നം, നമുക്ക് വിഷമമുണ്ടാക്കിയ സംഗതി. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായി എൻ്റെ മാനസിക നില അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തെറ്റായി. അദ്ദേഹം ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട സംഗീതത്തിനാണ്, ഒരുപാട് ആദരവ് കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് തെറ്റായി വിളിച്ചു. അദ്ദേഹത്തിനെ വിളിക്കേണ്ട സമയത്ത് വിളിച്ചില്ല. സ്വാഭാവികമായിട്ടും മനുഷ്യൻ എന്ന നിലയിലുണ്ടാകുന്ന ടെൻഷൻ നമുക്കത് അറിയാവുന്ന സംഗതിയാണ്. ആ സമയത്ത് അങ്ങനെ സംഭവിച്ചാണെന്ന് അദ്ദേഹം പറയുന്നതിന് മുഖവിലക്കെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇനി കൂടുതൽ ചർച്ച ഉണ്ടാവാതിരിക്കുന്നതാണ് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ വർഗീയത ഉണ്ടാക്കാനുള്ള നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിന് നല്ലത് ഇതാണെന്ന് നമ്മൾക്കിവിടെ നിന്ന് പറയാം. അഡ്വക്കേറ്റ് സി ഷുക്കൂർ, നമ്മൾക്കിവിടെ നിന്ന് പറയാം. പക്ഷേ ചർച്ചകൾ അതിൻ്റെ എല്ലാ തലവും കടന്ന് വളരെ മോശമായ രീതിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആസിഫ് അലിക്കെതിരെയായ ഒരു അറ്റാക്കായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ പുരസ്കാരം കൊടുക്കുന്നു, അവിടെ മാന്യമായി ചിരിച്ച് മാറി നിൽക്കുന്നു, അപമാനിക്കപ്പെട്ടിട്ടും എന്ന കാര്യം മാത്രമാണ് ആസിഫ് അലി ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ് ആസിഫ് അലിയുടെ കുഴപ്പം? അപ്പൊ ആസിഫ് അലിയുടെ കുഴപ്പം എന്താണ് എന്നാണ് പറയുന്നത്. ആസിഫ് അലി എന്താണ് ചെയ്തത്? ആസിഫ് അലി ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കാണുന്നു വളരെ മാന്യമായി പക്വമായ സമീപനം ആ വേദിയിൽ അദ്ദേഹം എടുക്കുന്നു, അല്ലേ? അതിന് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പോസ്റ്റ് ഇടുന്നവർ എന്താണ് ഉപയോഗിക്കുന്നത്, എന്ത് വിഷയമാണ് ഉന്നയിക്കുന്നത്? ആസിഫ് അലി എന്ന പേര്, അല്ലേ? സ്മൃതി ഒന്ന്, ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് നമ്മൾ തെറ്റായ പ്രയോഗമാണ്. അദ്ദേഹം അപമാനിക്കപ്പെട്ടിട്ടേ ഇല്ല. സത്യത്തിൽ ഇതിൽ അപമാനിക്കപ്പെടുന്നത് ശ്രീ രമേശ് നാരായണ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് വസ്തുത. ആസിഫ് അലിയെ പോലുള്ള വളരെ ബ്രില്യൻ്റായ ഈ തലമുറയിൽ ഏറ്റവും ശ്രദ്ധേയനായ നടനാണ് അദ്ദേഹം. വളരെ മനുഷ്യത്വപരമായ സമീപനം, ഒരു മണിക്കൂർ പരിചയം, ഒരു നോട്ടത്തിൽ പരിചയമുള്ളവരോട് പോലും അങ്ങേയറ്റം മനുഷ്യത്വപരമായി പെരുമാറുന്ന നടനാണ് അദ്ദേഹം. ആ സമയത്ത് നമ്മൾ എങ്ങനെ വൈകാരികമായ സമയങ്ങളിൽ, വൈകാരികമായ വിക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ സമയത്ത് നമ്മൾ എങ്ങനെ ഒരു പൊതുവേദിയിൽ പെരുമാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ആ പൊതുവേദിയിൽ ആസിഫ് അലി കാണിച്ച പക്വത ശ്രീ രമേശ് നാരായണൻ കാണിക്കാൻ പറ്റാതെ പോയി. ഇങ്ങനെ ഒരു അപമാനം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മുഖത്തേക്കെങ്കിലും ആ ഒരു ഭാവം വരും. അതില്ലാതെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം മാറുന്നു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പക്വത കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അദ്ദേഹത്തിന് കൂടി ചെയ്തിരുന്നു. വളരെ ഭയങ്കരമായ
പേഴ്സണൽ അട്രാക്ഷനുള്ളൊരു വ്യക്തിയാണ് ആസിഫ് അലി. അദ്ദേഹത്തിൻ്റെ സ്വഭാവം പെരുമാറ്റം നമുക്ക് ആലോചിക്കുന്നതിനപ്പുറത്താണ്. വളരെ വളരെ സൗമ്യമായി പെരുമാറുന്ന ഒരാളാണ്. തീർച്ചയായും നമ്മൾ അദ്ദേഹത്തെ ഒന്നും ഈ നിങ്ങൾ വിചാരിക്കുന്ന സോ കോൾഡ് വർഗീയവാദികൾക്കൊന്നും അദ്ദേഹത്തെ തകർക്കാൻ കഴിയില്ലെന്ന് നമ്മളിത് കേരളത്തിൽ പലവട്ടം കണ്ടതല്ലേ. എപ്പോഴൊക്കെയാണോ ഈ വിഭാഗം കേരളത്തിൻ്റെ മതേതര ഫാബ്രിക് തകർക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ കലാകാരന്മാരെ മതപരമായി വിഭജിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോഴൊക്കെ ആ കലാകാരന്മാർ 10 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മൾ മറ്റു മനുഷ്യരുടെ ഇടയിലേക്ക് ഈ വിഭാഗീയത പടരാതിരിക്കാൻ കലാകാരന്മാർ എന്ന നിലയിൽ, പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്കെന്ത് ചെയ്യാൻ എന്നതിനെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. ഈ വിഷജന്തുക്കളെ, ഈ വിഷജീവികളെ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പാകത മലയാളത്തിലെ കലാകാരന്മാർക്ക് ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ടർബോ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട സമയം നമ്മളത് കണ്ടതല്ലേ, നമുക്കത് അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് നമ്മളത് ഭയപ്പെടേണ്ടതില്ല. ഈ മമ്മൂക്കാനെ പോലുള്ള പ്രഗത്ഭരായ നടന്മാർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരുന്ന അതിൻ്റെ അവസ്ഥ ഉണ്ടായത് നമ്മളത് പരിഗണിക്കേണ്ടതില്ല. ആസിഫ് അലിനെ പോലുള്ള ഇരുത്തം വന്ന വളരെ പുതിയ തലമുറയിൽ ഏറ്റവും ശ്രദ്ധേയനായൊരു നടനെയൊന്നും വർഗീയത കൊണ്ട് അകറ്റി നിർത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നതിന് നമ്മൾ പരമ അബദ്ധമാണ്. അദ്ദേഹം അതിനൊക്കെ മേലുള്ള ആളാണ്. അദ്ദേഹത്തെ ഏതെങ്കിലും മതത്തിൻ്റെ കള്ളിയിലോ കുളത്തിലോ ഇട്ടിട്ട് വിശേഷിപ്പിക്കേണ്ട ആളുമല്ല. അദ്ദേഹം വലിയ റേഞ്ചുള്ള നടനാണ്. തീർച്ചയായും ആസിഫ് അലി അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ ഒരാൾ കഴിയില്ല. ആ വേദിയിൽ ഏറ്റവും മനോഹരമായി അതിന് കൈകാര്യം ചെയ്ത അദ്ദേഹത്തെയാണ് അദ്ദേഹം ആദരിക്കപ്പെടുകയാണ് ചെയ്തത് എന്നാണ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ശ്രീ രമേശ് നാരായണൻ പറയുന്നത് വളരെ നമ്മളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലക്ക് എടുക്കുക തന്നെ വേണം. ഇനി അദ്ദേഹത്തെ വിമർശിക്കുന്നതിലോ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതോ അദ്ദേഹം ചെയ്തതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നതോ ഒരു പൊതുസമൂഹത്തിന് ചേർന്നതല്ല. അല്ല, ഈ വിഷയത്തിൽ അമ്മ സംഘടന, സിനിമാ താര സംഘടന ഇതിനകത്ത് നിലപാടെടുത്തു കഴിഞ്ഞു എന്നേ, അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു നിലപാടിലേക്കൊക്കെ പോകുമ്പോൾ അത് പ്രൊഫഷണലായി തന്നെ ശ്രീ രമേശ് നാരായണനെ ബാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ പോയേക്കാം എന്നൊരു ആശങ്ക നിലനിൽക്കുന്നില്ലേ? ഇപ്പോൾ ഇത്ര തവണ ഖേദപ്രകടനം നടത്തി, അതൊക്കെ പിന്നീട് നടന്ന സംഭവങ്ങളാണ്. ഇതിൽ ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. അത് ആര് മുൻകൈ എടുക്കുന്നുള്ളൊരു വിഷയം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയി മാപ്പപേക്ഷിക്കേണ്ടി വരുമോ താരസംഘടനയോട്? അങ്ങനെയൊക്കെ ഒരു തലത്തിലേക്ക് പോകേണ്ടി വരുമോ? ആസിഫ് അലിയോട് പലതവണയായി അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്നു, ഫോണിൽ കിട്ടിയില്ല എന്ന് പറയുന്നു. തീർച്ചയായും അമ്മയെപ്പോലുള്ളൊരു സംഘടന ഒരു തീരുമാനം എടുത്താൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനം തന്നെ. മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നിർണായകമായ ഒരു ബോഡി തന്നെയാണ് അമ്മ. അവരെ ഒരു തീരുമാനം എടുത്ത് അത് നടപ്പാക്കുകയും ചെയ്യും. അതിൻ്റെ സംഘടനാ ശക്തിയും അതിൻ്റെ പ്രഹശേഷിയും ഒക്കെ നമുക്കറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ പരസ്യമായിട്ട് ശ്രീ രമേശ് നാരായണൻ ഈ കാര്യങ്ങൾ വ്യക്തമായി ആവർത്തിച്ച് ക്ഷമ ചോദിച്ച സ്ഥിതിക്ക് അതേ സ്പിരിറ്റിൽ അമ്മയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മോഹൻലാലും ശ്രീ സിദ്ദീഖൊക്കെ അത് ഉൾക്കൊള്ളും. ശ്രീ ആസിഫ് അലി ഇത് ഉൾക്കൊള്ളും തന്നെയാണ് സാധാരണ ഒരു മലയാളി സിനിമാ കാഴ്ചക്കാരനെന്നതിൽ എനിക്ക് തോന്നുന്നത്. അവരതിന് ഉൾക്കൊള്ളും. പക്ഷേ അദ്ദേഹം ബഹുമാനപ്പെട്ട ശ്രീ രമേശ് നാരായണൻ അതിന് മുൻകൈ എടുക്കും, അതിൽ സംസാരിക്കും, ആ പ്രശ്നങ്ങൾ തീർക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കലാകാരന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വീർപ്പിച്ച് രണ്ട് പക്ഷത്താക്കുന്ന സമീപനം കലക്കും നല്ലതല്ല, നമ്മുടെ സമൂഹത്തിന് നല്ലതല്ല. ആ സ്പിരിറ്റിൽ അമ്മ ഉൾക്കൊള്ളും. ശ്രീ രമേശ് നാരായണൻ ഈ കാര്യം ബഹുമാനപ്പെട്ട സിദ്ദീഖ് സാറിനെയും അതുപോലെ മോഹൻലാൽ സാറിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. Debate with Smriti Parthikad.